ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പനിയൊക്കെ മാറി, പക്ഷേ സൈനസിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശബ്ദം അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല, ചുമയുണ്ട് ഇടയ്ക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ദിവസമായിട്ട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ, പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇടാമോ, നമ്മൾ മറ്റേ ക്ലോത്തിൽ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകമുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എനിക്ക് ക്ലാസ് എടുത്തത് 4-5 വർഷം ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ് എനിക്ക് ക്ലാസ് എടുത്തത്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുള്ള എൻ്റെ അറിവുകൾ, അത് വളരെ പരിമിതമായ അറിവുകളാണ്. അപ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ പെയിൻറ്റിങ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡിഫറൻസ് മ്യൂറൽ പെയിൻറ്റിങ്ങും ഫാബ്രിക് പെയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ചുവർ ചിത്രങ്ങളാണ്. അതായത് പണ്ടൊക്കെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ പുരാണപരമായിട്ടുള്ള കഥകളിലും പിന്നെ കഥകൾ സൂചിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളും ആരാധനാലയങ്ങളിലും കോവിലകങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരച്ചിരുന്ന ചുവർ ചിത്രങ്ങളാണ് മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം അന്ന് കാലത്തൊക്കെ അവര് ആ കളേഴ്സ് എന്ന് പറയുന്നത് നീലയമരി അല്ലെങ്കിൽ കറുത്ത കരി, പച്ചിലച്ചാറുകൾ, പൂവിൻ്റെ ചാറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നാച്ചുറൽ ആയിട്ട്, പിന്നെ ഇഷ്ടിക കളങ്ങളിൽ നിന്നുള്ള ചുവന്ന ബ്രിക്കിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളേഴ്സൊക്കെ നമ്മളുടെ മ്യൂറൽ പെയിന്റിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കളേഴ്സാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ചുവരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളായിരുന്നു മ്യൂറൽ പെയിന്റിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ആ പെയിന്റിങ്ങിനെ നമ്മൾ ഫാബ്രിക്കിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാത്തരം പൂക്കളും അല്ലെങ്കിൽ എല്ലാത്തരം കളറുകളും, നമുക്ക് കാണുന്ന എന്തിനെക്കുറിച്ചും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഏത് ഭാവനയും നമുക്ക് ഫാബ്രിക്കിലോട്ട് പകർത്താൻ പറ്റും. അപ്പോൾ അത് ഫാബ്രിക് പെയിന്റ് ആയിട്ട് മാറും. മ്യൂറൽ പെയിന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ള ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ നമ്മൾ ഫാബ്രിക്കിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമുക്കതിന് ഫാബ്രിക്കിലെ മ്യൂറൽ പെയിന്റിംഗ് എന്ന് സങ്കല്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഹിന്ദു ദേവന്മാര്, ദേവിമാര്, കൃഷ്ണൻ, രാധ, ശിവൻ അങ്ങനെയുള്ള ഐതിഹ്യങ്ങളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നെ തെയ്യം, കഥകളി, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളെയൊക്കെയാണ് നമ്മൾ ഡ്രസ്സിലോട്ട് പകർത്തുമ്പോഴാണ് നമ്മളതൊരു മ്യൂറൽ പെയിന്റിങ് ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ മ്യൂറൽ പെയിന്റിങ്ങിൽ എപ്പോഴും കോമൺ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ, റെഡ്, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ആയിരിക്കും. അതിൽ മെയിനായിട്ട് ഇന്നർ ഒരു കളറും ഔട്ടർ ഒരു കളർ കൊടുത്തിട്ട് നമ്മൾ അതിനെ ആ കളറിലോട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്ന കോമ്പിനേഷൻസ് ആയിരിക്കും എപ്പോഴും മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കൃഷ്ണന്റെ ഒരു ഫേസ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് കൊടുത്ത് അതിൻ്റെ ഔട്ട്ലൈൻ ബ്ലൂ കൊടുത്ത് ആ ബ്ലൂവിനെ വൈറ്റിലോട്ട് നന്നായി മെർജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു ഷെയ്ഡിങ് കളർ, അങ്ങനെ അത്രയും ബ്ലെൻഡ് ചെയ്യുന്ന ഷെയ്ഡിങ്സ് ആണ് മ്യൂറൽ പെയിന്റിൽ ഉള്ളത്. പിന്നെ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് അത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഫാബ്രിക് പെയിന്റിങ് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ എപ്പോഴും ആ പടങ്ങൾ ഇത്തിരി ബോൾഡ് ആവും. പക്ഷെ അതിന് ഫാബ്രിക് പെയിന്റിൽ അങ്ങനെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധങ്ങളില്ല. പിന്നെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കേണ്ട ആവശ്യം വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പിങ്ക് കളറാണെങ്കിൽ ഫുൾ പിങ്ക് കളർ നമ്മൾ കുട്ടികൾ സ്കെച്ച് അടിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്കെച്ച് ചെയ്ത് ചെയ്യുന്ന പോലെ പെയിന്റ് ചെയ്യാം. ഇനി ബ്ലെൻഡ് ചെയ്താക്കണമെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്താക്കാം. അപ്പോൾ ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്തും നടക്കും. പക്ഷെ മ്യൂറൽ പെയിന്റിങ്ങിൽ നമുക്ക് അതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വെച്ചുകൊണ്ട് വേണം പെയിന്റിങ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ഫാബ്രിക് പെയിന്റും അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ മ്യൂറൽ പെയിന്റ് ആണെങ്കിലും ഫാബ്രിക് പെയിന്റ് ആണെങ്കിലും അത് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്ന പെയിന്റും ബ്രഷും അതിലൊന്നും ഒരു വ്യത്യാസമില്ല. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ രണ്ടിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇനിയൊരു ഫാബ്രിക് പെയിന്റിങ് എന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഏതൊക്കെ തുണികളിലാണ് ഈ ഫാബ്രിക് പെയിന്റിങ് പിടിക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ സാധാരണ കോട്ടൺ തുണി, ലിനൻ, ഓർഗൻസ, ഈവൻ ഷിഫോണിൽ വരെ ഫാബ്രിക് പെയിന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് നമ്മളുടെ എന്താ പറയുക, സെറ്റ് ചുരിദാറായിരുന്നല്ലോ. അപ്പോൾ അതൊരു മൽമൽ പോലത്തെ തുണിയാണ്. അങ്ങനത്തെ തുണിയിലാണ് ഞാൻ ചെയ്തത്. വേറെ ഒറ്റ തുണികൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് കോട്ടണിലും മൽമൽ തുണിയിലും ലിനനിലും ഷിഫോണിലും ഓർഗൻസിലും ഒക്കെ ഫാബ്രിക് പെയിന്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ ഫാബ്രിക് പെയിന്റ് നമ്മൾ തുണിയിൽ പെയിന്റിങ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് കേട്ടോ.
അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്ഷമ വേണം, സമയം വേണം, നല്ല മനസ്സുണ്ടാവണം. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഒരു ടി വിയിൽ നല്ലൊരു പ്രോഗ്രാം കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളുടെ ശ്രദ്ധ തുണിയിലായിരിക്കും. അപ്പൊ നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് സൃഷ്ടിച്ചുകൊണ്ട് പെയിന്റിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയം വേണ്ടതുകൊണ്ട് തന്നെ ഇത് പകുതിക്കിട്ട് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് കുറച്ച് സമയം അതുമ്മ ചെയ്തിട്ട് പിന്നെ അത് ലീവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്യാൻ പോവാ, എന്നിട്ട് വന്നിരുന്ന് വീണ്ടും സമാധാനമായിട്ട് ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ ഫാബ്രിക് പെയിന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് തുണിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ അവിടെ ഞങ്ങൾ ചെയ്ത കുറച്ച് പെയിന്റിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആലില, ഫേസ് ഞാൻ എനിക്ക് ചുമ ഇടയ്ക്ക് വരുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ സൗണ്ട് അങ്ങനെ. ഫേസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ ഫേസ് കംപ്ലീറ്റ് ആക്കിയില്ല, അതിന്റെ കിരീടം കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും പടങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പിന്നെ നമ്മളുടെ ചുരിദാറിലോട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കോട്ടന്റെ തുണി വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല. കാരണം അതിൽ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു തുണി മേടിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പൊ നല്ല ഫാബ്രിക്സിലൊക്കെയാണ് നമ്മൾ പോണതെങ്കിൽ അവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം, ഈ തുണിയിൽ പ്രിന്റ് പിടിക്കോ, മീൻസ് ഫാബ്രിക് പെയിന്റ് ചെയ്താൽ പിടിക്കോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അത് സജസ്റ്റ് ചെയ്ത് ആ പ്രകാരം നമുക്ക് തുണി മേടിക്കാം. പിന്നെ അടുത്തത് നമ്മൾ എന്ത് ഡിസൈൻ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഏത് ചിത്രം വരയ്ക്കണം. മ്യൂറൽ പെയിന്റ് ആണെങ്കിൽ മ്യൂറൽ പെയിന്റ്, അതല്ലാത്ത എന്തെങ്കിലും പെയിന്റിങ്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ അതുപോലെ ഞാൻ അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എടുത്ത പേപ്പറാണിത്. അപ്പൊ ഇങ്ങനെ ഒരു പേപ്പർ നമുക്ക് കളർ പേപ്പറും പ്രിന്റ് എടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിലും പ്രിന്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു പെയിന്റ് ആണ് ഞാൻ അന്ന് എൻ്റെ ഡ്രസ്സിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പടം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഇനി അത് തുണിയിലോട്ട് പകർത്താനായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വേണം, ട്രേസ് പേപ്പർ വേണം. അപ്പോൾ ഇതാണ് അതിന് ഉപയോഗിക്കുന്ന ട്രേസിങ് പേപ്പർ. അപ്പോൾ നമ്മൾ തുണി വെച്ച് അത് കഴിഞ്ഞ് ഈ ട്രേസിങ് പേപ്പർ വെച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ പടം വെച്ച് ഒരു പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു പടം യെല്ലോ കളറിൽ നമ്മുടെ തുണിയിൽ പതിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ കളർ നോക്കിയിട്ടാണ് നമ്മൾ പിങ്ക് വേണ്ടടുത്ത് പിങ്ക്, ഗ്രീൻ വേണ്ടടുത്ത് ഗ്രീൻ, യെല്ലോ ഷെയ്ഡ് കൊടുക്കേണ്ടടുത്ത് യെല്ലോ ഷെയ്ഡ്, അങ്ങനെ ഈ പിക്ചറിനെ നോക്കിയിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പെയിന്റ് ഇടാനായിട്ടുള്ള ഒരു പാലറ്റ് വേണം. പിന്നെ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷുകൾ പലതരം ബ്രഷുകളുണ്ട്. ഇപ്പോൾ റൗണ്ട് ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ്, ആംഗിൾ ബ്രഷ്, തിന്നായിട്ടുള്ള ബ്രഷ്. അത് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഏതൊക്കെ ബ്രഷുകൾ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ഐ ഒക്കെ വരയ്ക്കണമെങ്കിൽ, ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കണമെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ബ്രഷ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ബ്രഷുകളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ ഫെജിയിൽ പോയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബ്രഷുകളുണ്ട്. അപ്പോൾ നമ്മളുടെ വരയ്ക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ വലിയ വലിയ പെയിന്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ പരന്ന ബ്രഷാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ബ്രഷ് തന്നെ കിട്ടും. അപ്പം അങ്ങനെ ബ്രഷസ് വാങ്ങിക്കുക. ബ്രഷസിൻ്റെ ഈ ഒരു ബ്രിസ്റ്റൽസ് ഇങ്ങനെ ചെതറി നിന്നാൽ നമ്മളുടെ പെയിന്റിങ്ങിൻ്റെ ആ ഒരു ഭംഗി പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒത്തിരി പെയിന്റിങ്ങും ചെയ്ത് തീർക്കണം. ഇപ്പൊ ഒരു സാരിയിലോ ഒക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് കാര്യം നടക്കില്ല. നമുക്ക് അതിന് 2-3 ബ്രഷുകൾ ഉണ്ടെങ്കിലായിരിക്കും നമുക്കത് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുക. ഒരു മോഡൽ ബ്രഷിന്റെ തന്നെ 2-3 എണ്ണം ഉണ്ടാവണം. ഇനി അടുത്ത് നമുക്ക് വേണ്ടതാണ് മെയിനായിട്ട് പെയിന്റ്. പെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അക്രിലിക് പെയിന്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അക്രിലിക് പെയിന്റ് എന്ന് പറയുമ്പോൾ അക്രിലിക് പെയിന്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ പേപ്പറിലും ക്യാൻവാസുകളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അക്രിലിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ. ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്നതിനും അക്രിലിക് എന്ന് കാണും. കാരണം സെയിം അക്രിലിക് മെറ്റീരിയൽ തന്നെയാണ് ഫാബ്രിക് പെയിന്റിലുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ ഫാബ്രിക്കിലോട്ട് മെർജ് ആവാനും സ്റ്റിക്ക് ആവാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടന്റും കൂടെ ഉള്ളതാണ് ഫാബ്രിക് പെയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ ക്യാൻവാസിൽ വരയ്ക്കുന്ന ഇതിനെയും കാണാം അക്രിലിക് കളേഴ്സ് അല്ലെങ്കിൽ അക്രിലിക് പെയിന്റ് എന്ന്.
ഫാബ്രിക്കിൽ അടിക്കുന്നവയും കാണാം അക്രിലിക് കളേഴ്സ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ അവിടെയുള്ളവരോട് ചോദിക്കുക എനിക്ക് ഫാബ്രിക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അറിയാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത്, ഫാബ്രിക്കിന്റെ പെയിന്റിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതില് ഫാബ്രിക് എന്ന് പറയുന്ന ഒരു വേർഡ് പോലും ഇല്ല. അപ്പൊ ഇത് ക്യാൻവാസിലോ പേപ്പറുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അക്രിലിക് ആണ്. രണ്ടിന്റെയും കണ്ടന്റിൽ അക്രിലിക് ഉള്ളത് കൊണ്ടാണ് ആ പേര് വരുന്നത്. പക്ഷെ ഇതില് പ്ലസ് ഫാബ്രിക്കിന് വേണ്ട കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ബോട്ടിൽമേ വായിച്ച് നോക്കുക തന്നെ വേണം. പിന്നെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കളേഴ്സ്, പ്രൈമറി ആയിട്ടുള്ള കളേഴ്സ് മേടിച്ച് വെക്കുക. പിന്നെ നമ്മൾ അതിന് ഒരു പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഒരു റോസ് കളർ ഉണ്ടാക്കാം. അല്ല ഇനിയിപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്യണ്ട, നമുക്ക് റോസ് കളറായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ കളേഴ്സ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്നത് ഒരു വെള്ളം പോലത്തെ സംഭവമാണ്. നമ്മളിങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അംശം നമ്മളുടെ പെയിന്റിങ്സിൽ കൂടുന്തോറും നമ്മൾ പെയിന്റിങ്സിന്റെ ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടും. പിന്നെ വാഷ് ചെയ്യുമ്പോഴായാലും ചിലപ്പോൾ അത് ഫെയ്ഡ് ആവാനും, അപ്പോൾ പിന്നെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇത്തിരി ഭയങ്കര ഡൈല്യൂട്ടായി പോണ പോലെയാവും. അപ്പൊ നമുക്ക് മീഡിയം ഉപയോഗിക്കുമ്പോൾ ഈ ബ്രഷ് വെള്ളത്തിൽ മുക്കുന്നതിന് പകരം മീഡിയത്തിൽ ഒന്ന് തൊട്ടിട്ടാണ് ആക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ പെയിന്റ് കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിലും ഈ മീഡിയം കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് ഇത്തിരി ഡൈല്യൂട്ടാക്കി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പെയിന്റിന്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലൊരു പൊട്ട തുണി വേണം. കാരണം എന്തെങ്കിലും പെയിന്റ് കൂടുതലായി നമുക്കൊന്ന് തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ അടുത്ത് ഇങ്ങനെ ഒരു തുണി കരുതി വെക്കുക. പിന്നെ നമുക്ക് ഒരു കപ്പില് വെള്ളം വേണം. 2 കപ്പില് വെള്ളം എടുത്ത് വെച്ചോ, അതായിരിക്കും നല്ലത്. അപ്പൊ ഇടയ്ക്കൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട്. പിന്നെ ബ്രഷുകൾ കപ്പിൽ ഇട്ട് വെക്കുമ്പോൾ ഒരിക്കലും ഈ ബ്രഷിന്റെ തുമ്പ് ഇങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. എപ്പോഴും ബ്രഷിന്റെ ബ്രിസ്റ്റൽസ് മുകളിലായിരിക്കണം. കാരണം എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെത് പെട്ടെന്ന് നാശവും. അപ്പൊ എപ്പോഴും ബ്രഷ് ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് പുതിയ തുണികളിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ല ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു തുണിയിൽ നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ തുണിയൊക്കെ നന്നായി തേച്ച് അതിന്റെ ചുളിവുകളൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പെയിന്റിങ് തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മൾ തുണി എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പെയിന്റിങ് ചെയ്യാൻ സുഖം. അപ്പൊ അതിന് ഇതുപോലത്തെ റിങ്ങുകൾ വേണം. ഇതിപ്പോ ഒരു ചെറിയ റിങ് ആണ്. അപ്പൊ വലിയൊരു ചിത്രമായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ ഈ ഒരു പടം വരയ്ക്കുമ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത്രയും ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നത്തെ ഭാഗം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഊരി പിന്നെ വീണ്ടും ഈ ഒരു കുഞ്ഞ പോർഷന് വേണ്ടി വീണ്ടും ഇത് ഫിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം നഷ്ടമാണ്. പിന്നെ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ഇതുപോലൊരു വലിയ റിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഭാഗം കവറേജ് കിട്ടും. അപ്പൊ അത്രയും ഭാഗം നമുക്ക് റിങ് അഴിക്കാതെയൊക്കെ ചെയ്തു പോകാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് ചെയ്ത് കഴിഞ്ഞ ഫാബ്രിക് പെയിന്റിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 24 hours വേണം അത് നന്നായി ആ തുണിയിലോട്ട് സ്റ്റിക്ക് ആവാനായിട്ടും ഡ്രൈ ആവാനായിട്ടും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പെയിന്റിങ്ങിന്റെ ഭാഗത്തല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നല്ലോണം ചൂടിൽ തന്നെ അതിന് പറ്റാവുന്ന ക്ലോത്തിന്റെ ചൂടിൽ നന്നായി അയൺ ചെയ്യണം. അപ്പൊ അങ്ങനെ അയൺ ചെയ്തുകൂടെ കഴിയുമ്പോഴാണ് നമ്മളുടെ പെയിന്റ് ആ തുണിയുമായിട്ട് ഏറ്റവും എന്താ പറയാ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഇനി അത് വാഷ് ചെയ്താലോ ഒരു പ്രശ്നങ്ങളും വരില്ല. വാഷ് ചെയ്താൽ അത് ഫെയ്ഡ് ആവോ, കളർ പോവോ, കളർ പരക്കോ ഒന്നും ചെയ്യില്ല. അപ്പോൾ 24 hours ശേഷം നമ്മൾ അയണും കൂടെ ചെയ്യണം എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ഞാൻ എന്താ പറയാ ഒരു ലോട്ടസിന്റെ അതായത് ഇപ്പൊ നമ്മൾ മ്യൂറലിൽ ചെയ്യുന്ന പ്രകാരമുള്ള ഒരു ബ്ലെൻഡിങ്ങും ഇനിയിപ്പോ ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ അതിപ്പോ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസൈൻ ഒന്ന് വരച്ച് അല്ലെങ്കിൽ അതിന്റെ കളർ കോമ്പിനേഷൻ എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ആ പെയിന്റിങ് ചെയ്യുന്ന കാര്യം കൂടെ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വീഡിയോ ഫുൾ ആവും. അപ്പൊ നമ്മളിപ്പോ ഈ പടമാണ് വരയ്ക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ പടത്തിന്റെ പേപ്പർ എടുക്കുക, അതിന്റെ അടിയിൽ ട്രേസ് പേപ്പർ ഇങ്ങനെ വെക്കുക, താഴെ നമ്മൾ ഏതിലേക്കാണ് വരയ്ക്കാൻ പോണ ആ ക്ലോത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ വെക്കുക. ഞാനിപ്പോ ഈ ഒരു പിക്ചർ മൊത്തമായിട്ട് വരയ്ക്കുന്നില്ല. ഞാനിപ്പോ
ഈ ഒരു ഒറ്റൊരു പെറ്റല് പലതരത്തില് കളർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുമ്മ കൂടെ തന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ്. ഇത് നല്ല അപ്സരയുടെ നല്ല എന്താ പറയുക ഡാർക്ക് കളറായിട്ടുള്ള പെൻസിലാണ് കേട്ടോ. അപ്പം ഇതൊരു ഇതിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി നീക്കിയിട്ട് അടുത്തൊരു ഇതിൽ വരയ്ക്കുകയാണ്. അപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഇതിലിപ്പോൾ ഞാൻ ഈ ട്രേസ് പേപ്പറിൽ ഒരുപാട് പടങ്ങൾ ഒരുപാട് പ്രാവശ്യം വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേപ്പർ ഇത്തിരി ഇതായി പോയതുകൊണ്ടാണ്. എന്നാൽ നമുക്കിപ്പോൾ ഏകദേശം വരയ്ക്കേണ്ട ഒരു ഔട്ട്ലൈൻ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമായതുകൊണ്ട് ഞാൻ ചെറിയ റിങ്ങിലാണ് ഈ തുണീനെ ഫിക്സ് ചെയ്യുന്നത്. വലുതാണെങ്കിൽ വലുതിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഉൾഭാഗത്ത് വരുന്ന കാര്യം അടിയിൽ വയ്ക്കുക, തുണിയുടെ അടിയിൽ വയ്ക്കുക. നമ്മളുടെ എല്ലാ പടങ്ങളും ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കുക. മേലെ ഇത് വെച്ച് തുണി നല്ല ടൈറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എപ്പോഴും തുണി നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നാലാണ് അതിൻ്റെ എല്ലാ ഇഴകളിലേക്കും ആ ലൈൻസ് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തുണി ചുളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പെയിന്റ് അടിച്ച് കഴിഞ്ഞ് നിവർത്തുമ്പോൾ ഇടയിൽ വെള്ള ലൈൻസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് തുണി നല്ലോണം ടൈറ്റ് ആക്കി വെച്ചിട്ട് വേണം ചെയ്യണമെന്ന് പറയാനായിട്ട്. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ബ്രഷ് ഒന്ന് നനയ്ക്കുന്നുണ്ട്, ഒന്ന് ഇതിൻ്റെ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ അന്നത്തെ പെയിന്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ബ്രഷുകളാണ്. പിന്നെ അതിന് ശേഷം ഞാൻ വേറെ പുതിയ ബ്രഷ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫാബ്രിക് പെയിന്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. അതായത് ഷെയ്ഡിങ് ഒന്നും ഇല്ലാതെ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പെയിന്റിങ് ചെയ്യാം. ഷെയ്ഡിങ് വരുമ്പോഴാണല്ലോ ഇത്തിരിയും കൂടെ ഇതുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റിങ്ങിന് എടുക്കുക. എപ്പോഴും നമ്മളൊരു ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്ത് പെയിന്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നല്ലത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബ്രഷൊക്കെ ഇത്തിരി ഇതിൻ്റെ ബ്രിസ്റ്റൽസ് ഒക്കെ വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം നനയ്ക്കാതെ തന്നെ പെയിന്റിനെ തന്നെ സ്പ്രെഡ് ചെയ്ത് പോയാൽ നമ്മുടെ ക്ലോത്തിൽ അത്രയും പെയിന്റ് നന്നായി പിടിച്ചിരിക്കും. ഇപ്പോൾ ഷെയ്ഡിങ് ഒന്നും ഇല്ലാത്ത പെയിന്റിങ് ആണെങ്കിൽ സുഖമാണ്. നമ്മുടെ പടം ട്രേസ് എടുക്കുക, അത് കഴിഞ്ഞാൽ അത് നല്ല കുട്ടികൾ പടം വരയ്ക്കുന്ന പോലെ ഇരുന്ന് സ്കെച്ച് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ നന്നായി പടം വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ട്രേസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് ഡയറക്റ്റ് വരയ്ക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഫാബ്രിക് പെയിന്റ് നമ്മൾ ഷെയ്ഡിങ് ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് പെയിന്റ് ചെയ്തു. വെള്ളമൊന്നും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പെയിന്റിങ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഷെയ്ഡിങ്ങിൽ വരുന്ന പെയിന്റിങ് ചെയ്യാം. ഞാനിപ്പോൾ പിങ്ക് ചെയ്തത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മളുടെ ഒരു പൊട്ട തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്നാമത്തെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ സാധാരണ ഫാബ്രിക് പെയിന്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇത്രയും നല്ല നമ്മൾ വേറെ ഒന്നും ചേർത്തില്ല, പിങ്ക് തന്നെ ചേർത്തു, നല്ല കളർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഇപ്പം ഈ ചെയ്യാൻ പോണത് ഫാബ്രിക് പെയിന്റിലും ചെയ്യാം, മ്യൂറൽ പെയിന്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അതായത് ഇപ്പൊ ഈ എക്സാമ്പിൾ ഈ ഒരു ഫേസിൽ കണ്ടോ, ഈ ഒരു ഫേസിൽ യെല്ലോയാണ് ഇതിന്റെ ബേസിക്. അപ്പൊ നമ്മൾ യെല്ലോ കൊടുത്തിട്ട് ഔട്ട്ലൈൻ റെഡ് കൊടുത്തിട്ട് ആ റെഡിനെ യെല്ലോയിലോട്ട് ബ്ലെൻഡ് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പൊ നമുക്കൊരു താമര എന്ന് പറയുമ്പോൾ നമുക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഉള്ളിൽ വരേണ്ടത്. അപ്പൊ അതിന്റെ ഇന്നർ കളർ ബേസ് എന്ന് പറയുന്നത് വൈറ്റ് ആയതുകൊണ്ടാണ് നമ്മളിതിൽ വൈറ്റ് വെച്ച് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ പെയിന്റ് ഒക്കെ ഒന്ന് തുണിയിൽ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്ത് ബ്ലെൻഡ് ചെയ്യിക്കാൻ നിൽക്കുമ്പോഴാണ് അതിലേക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ആവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ തന്നെ ചെയ്യണം. നമ്മൾ അടിക്കുന്ന പെയിന്റ് ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. എപ്പോഴും പൂവിൻ്റെ
തുമ്പ് ഭാഗമായിരിക്കുമല്ലോ ഇത്തിരി ഡാർക്കായിട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ നിന്ന് കൊടുത്തത്. അപ്പോൾ ഓരോ പടത്തിൻ്റെ രീതി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒരിക്കലും ഇത് ഒരു കളർ കട്ട പിടിച്ച് നിൽക്കരുത്. ആ വൈറ്റിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടാവണം. മ്യൂറൽ പെയിന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ലൈറ്റ് ആയിട്ടായിരിക്കണം അത് ഇരിക്കേണ്ടത്. ഇപ്പൊ ഉണ്ട് നമ്മൾ ആ പിങ്കിന്റെ ഒരു ഫാബ്രിക് പെയിന്റ് പോലെ ചെയ്തപ്പോഴും മ്യൂറലിലേക്ക് വന്നപ്പോഴും കളർ ഇത്രയും ലൈറ്റായി. നമ്മൾ ആ വൈറ്റ് കൊടുത്ത് ഒരു തുണ്ട് പിങ്ക് ഇവിടെ ആക്കിയിട്ട് അതിനെ ഈ വൈറ്റിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ഷെയ്ഡ് ഇത്തിരി കൂടുതലായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുമ്പ് ഭാഗം മാത്രം ഒന്ന് ഷെയ്ഡ് കൂടുതലായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ തുമ്പത്ത് മാത്രം ഒന്ന് ഇങ്ങനെ. നമ്മൾ ഔട്ട്ലൈന് വേണ്ടി ഉപയോഗിക്കുന്നത് പോയിന്റ് ബ്രഷ് ആണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഉപയോഗിച്ച ബ്രഷാണ്. ഇതിന്റെ പോയിന്റഡ് ഒക്കെ പോയി ഇത് ഇത്തിരി ബ്രിസ്റ്റൽസ് ഇങ്ങനെ പരന്നു പോയി. പക്ഷെ നല്ല പോയിന്റഡ് ആയിരിക്കണം, അപ്പോഴാണ് നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏതൊരു പടവും നമ്മൾ ചെയ്തിട്ട് അതൊരു 3-4-5 മണിക്കൂർ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഔട്ട്ലൈൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ്റെ കളറ് ഇതിന്റെ ഉള്ളിലോട്ട് ആ നനവ് വലിച്ചെടുത്ത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. എന്തായാലും ഇതിപ്പോ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്യാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇത് ഫാബ്രിക് പെയിന്റ് എടുത്തിട്ട് വരച്ച വരയുമ്പോൾ കൂടെ വീണ്ടും വരയ്ക്കരുത്. പിന്നെ എപ്പോഴും ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ പെയിന്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ എപ്പോഴും നല്ലത് പെയിന്റ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഈ ഔട്ട്ലൈനിൽ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് അതിന്റെ പെയിന്റ് തീർന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും വിട്ട് വരയ്ക്കരുത്. അതിന്റെ കഴിഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അത് ഉണങ്ങാത്തത് കൊണ്ട് അതിന്റെ ഫാബ്രിക് പെയിന്റിലോട്ട് അത് സ്പ്രെഡ് ആവുന്നുണ്ട് കുറച്ച്. പിന്നെ ഇതിന്റെ ഈ ബ്രഷും അത്ര അങ്ങോട്ട് പോയിന്റഡ് അല്ല. ഷെയ്ഡിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ചില ചിത്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പം അത് ഇങ്ങനെ കൊടുക്കണം. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മ്യൂറൽ പെയിന്റിന്റെ ഈ ഒരു യെല്ലോയിൽ ഗ്രീനും ഈ ഒരു ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അടുത്ത് അടിക്കാൻ പോകുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് യെല്ലോയാണ്. അപ്പൊ എല്ലാ ഈ ഫാബ്രിക് പെയിന്റിന്റെ കുപ്പിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് കളർ ആണെന്നുള്ളത്. അപ്പൊ ഇതാണ് യെല്ലോ. ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ല എടുത്ത് കാണിക്കുന്ന യെല്ലോ ആണ്. ഇത് നമുക്ക് നല്ല മഞ്ഞ സൂര്യകാന്തി പൂവൊക്കെ അടിക്കണമെങ്കിൽ ഇത് ഡയറക്റ്റ് അടിക്കാം. ഇത് ഇത്തിരി നല്ല യെല്ലോ ആണ്. അപ്പൊ നമുക്ക് ഈ കളറിന് ഒരു ഇത്തിരി ഗോൾഡൻ പോലത്തെ കളർ മിക്സ് ആവണം, കറക്റ്റ് യെല്ലോ ആവരുത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇതെന്ന് പറയുന്നത് ബേൺഡ് ആണ്. അപ്പോൾ ബേൺസിന എന്നാണ് ഇതിനെ പറയുന്നത്, ബേൺസിന. അപ്പൊ ഈ രണ്ട് കളറും, അതായത് ഇത് കൂടുതലും അതിൽ ഒരു ഡ്രോപ്പ് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വരുന്ന യെല്ലോ കളറാണ് നമ്മൾ ഈ മ്യൂറലിലെ ഈ ഒരു ഫേസിനൊക്കെ നമ്മൾ ബേസ് കൊടുക്കുന്ന കളർ. അപ്പൊ ഞാനത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഇത്ര എടുക്കുന്നുണ്ട്, ഇതിന്റെ ആവശ്യമില്ല, ഇത്ര ആവശ്യമില്ല, ഇത്രയെങ്കിലും എടുക്കാണ്ട് ഇപ്പൊ അത് മിക്സ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഓക്കെ, ബേൺസിനെയും കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. ഇതിക്കനുസരിച്ചുള്ള ബ്രഷുകൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു എതള് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ മുകളിൽ നിന്ന് ചെയ്യാം. അപ്പോൾ യെല്ലോ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ യെല്ലോ ബേസ് കൊടുത്തു. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്
ഗ്രീനാണ്. ഇങ്ങനെ എപ്പോഴും മ്യൂറൽ പെയിന്റിൽ എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും, ഫാബ്രിക്കിൽ എപ്പോഴും ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഇതില് ഈ കാണുന്ന പടത്തിൽ ഇതുപോലെ യെല്ലോ കൊടുത്തിട്ട് ഇതിൽ യെല്ലോ ഇത്തിരി കൂടെ നന്നായി എടുത്ത് കാണണം എന്നുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് ആ റെഡിന്റെ നമ്മൾ സ്പ്രെഡ് ചെയ്യിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുള്ളൂ, ഇത്രയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഈ ഫേസ് കിട്ടിയത്. കൊടുത്തിട്ട് ഓറഞ്ചും റെഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് കേട്ടോ, ബ്രിക്ക് റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത്. ഇതിലൊന്ന് തൊട്ടട്ടേ ഉള്ളൂ. റെഡ് ഭയങ്കര പവർഫുള്ളാണ്. ബ്ലെൻഡ് ആക്കിയത് ഇതാണ് ഗ്രീൻ. ഇത് നമ്മൾ പിങ്കിന് ബ്ലെൻഡ് ചെയ്യിച്ചത്. നമ്മളൊന്നും ചെയ്യാത്ത ഡയറക്റ്റ് പിങ്ക്. ഇപ്പൊ ഒരു കൃഷ്ണന്റെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പൊ എന്താണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വരച്ചിട്ട് വൈറ്റ് കൊടുക്കും, അതിന് ചെറുതായിട്ട് ബ്ലൂ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിന് നന്നായിട്ട് ആ വൈറ്റിലോട്ട് ബ്ലെൻഡ് ചെയ്യിച്ച് ലൈറ്റ് ബ്ലൂ ആക്കും. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു അറിവ് വെച്ചിട്ടാണ് എൻ്റെ ചുരിദാറിൽ ചെയ്തത്. ഇനിയിപ്പോൾ എനിക്ക് സാരിയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ, ഇപ്പം ഇതൊരു എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചത്. ഇത് എംബ്രോയിഡറി ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. എല്ലാവരും അവരവരെ സ്വന്തമായിട്ടൊരു ഡ്രസ്സിൽ നമ്മൾ പെയിൻറ് ചെയ്ത് അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്തിടുമ്പോൾ അതിൻ്റെ സന്തോഷം എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അത് വലുത് തന്നെയാണ്. അത് നമ്മൾ ഇപ്പോൾ 10,000-ന് മീതിയുള്ള ഒരു പട്ടുസാരിയേക്കാളും പൊന്നുപോലെ നമുക്കത് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ വീട്ടിൽ സമയമുള്ളവർ, സമയം കിട്ടുന്നവർ ഇതിനൊക്കെ ചെയ്യാനുള്ള സാഹചര്യവും മനസ്സമാധാനമൊക്കെ ഉള്ളവർ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.